In this video, I will explain about Directive Principles of State Policy. ഭരണഘടനയിൽ DPSPയുടെ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും അവയുടെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ DPSPയെ സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ എന്നിങ്ങനെ 3 വിശാലമായ ഭാഗങ്ങളായി തിരിക്കാം. ഫസ്റ്റ് വൺ, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. DPSP സോഷ്യലിസത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു. ഇവ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിന്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ നീതിയിലൂടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയത്തിൽ എത്തിച്ചേരുവാൻ DPSP സഹായിക്കുന്നു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ഈ തത്വങ്ങൾ ഗാന്ധിയൻ പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിനായി നാഷണൽ മൂവ്മെന്റിന്റെ സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ലിബറലിസത്തിന്റെ ഐഡിയോളജിയെ പ്രതിനിധീകരിക്കുന്നു. ലക്ഷ്മികാന്ത് പോളിറ്റിയിൽ DPSPയിൽ ആർട്ടിക്കിൾ 38 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകൾ സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ എന്നിങ്ങനെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെയിം ആർട്ടിക്കിൾസിന്റെ റെപ്പറ്റീഷൻ ഒഴിവാക്കുന്നതിനായി ഈ വീഡിയോയിൽ ആർട്ടിക്കിൾ 38 to 51 വരെ ഓർഡറിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 38. ആർട്ടിക്കിൾ 38 സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. നീതിയുക്തമായ ഒരു സോഷ്യൽ ഓർഡറിലൂടെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുവാനും വരുമാനം, പദവി, അവസരങ്ങൾ, ഫെസിലിറ്റീസ് എന്നിവയിലെ ഇനിക്വാലിറ്റീസ് കുറയ്ക്കുന്നതിനും DPSP സ്റ്റേറ്റിന് നൽകുന്ന ഡയറക്ഷൻ ആണ് ആർട്ടിക്കിൾ 38ലൂടെ വ്യക്തമാക്കുന്നത്. ഇവിടെ സോഷ്യൽ ഓർഡർ എന്നത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായി നീതിയുക്തമായിരിക്കണമെന്ന് ആർട്ടിക്കിൾ 38 വ്യക്തമാക്കുന്നു. അത്തരത്തിലൊരു സോഷ്യൽ ഓർഡറിലൂടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്റ്റേറ്റിന് നൽകുന്ന ഡയറക്ഷനാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേറ്റിന് പകരം വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയമാണ് ആർട്ടിക്കിൾ 38 പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കർഷകർക്കുള്ള സഹായം, കുട്ടികൾക്കുള്ള മിഡ് ഡേ മീൽ പ്രോഗ്രാം, ഫ്രീ ലീഗൽ എയ്ഡ്, റിസർവേഷൻ, ഈക്വൽ പേ ആൻഡ് ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ തുടങ്ങിയവ ഇത്തരത്തിലുള്ള സോഷ്യൽ ഓർഡറിലൂടെ നിലവിൽ വരുന്ന സ്റ്റേറ്റ് ലോസിനെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 39. ആർട്ടിക്കിൾ 39 സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 39ൽ 6 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഫസ്റ്റ് വൺ, ലൈവ്ലിഹുഡ് ഫോർ ഓൾ സിറ്റിസൺസ്, അഥവാ എല്ലാ സിറ്റിസൺസിനും മതിയായ ഉപജീവന മാർഗത്തിനുള്ള അവകാശം ഉറപ്പാക്കുക. സെക്കൻഡ് വൺ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, അഥവാ പൊതു നന്മയ്ക്കായി സമൂഹത്തിലുള്ള ഭൗതിക വിഭവങ്ങളുടെ തുല്യമായ വിതരണം നടത്തുക. തേർഡ് വൺ, പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, അഥവാ സമ്പത്തും ഉൽപാദന മാർഗങ്ങളും ഒരിടത്ത് തന്നെ കേന്ദ്രീകരിക്കുന്നതിനെ പ്രതിരോധിക്കുക. അതായത് എക്കണോമി ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നതിനെ തടയുക. ഫോർത്ത് വൺ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അഥവാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ ജോലിക്ക് തുല്യമായ ശമ്പളം നൽകുക. ഫിഫ്ത്ത് വൺ, പ്രിവെൻഷൻ ഓഫ് ഫോഴ്സിബിൾ അബ്യൂസ്, അതായത് നിർബന്ധിത ദുരുപയോഗം തടയുക, അഥവാ നിർബന്ധിത ദുരുപയോഗത്തിനെതിരെ തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും ശക്തിയും സംരക്ഷിക്കുക. സിക്സ്ത് വൺ, ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ, അതായത് കുട്ടികളുടെ ആരോഗ്യകരമായ വികസനത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. എക്കണോമിക് നെസസിറ്റിക്ക് വേണ്ടി ഒരാളുടെ ഹെൽത്ത്, ഏജ് ഓർ സ്ട്രെങ്ത് കണക്കിലെടുക്കാതെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുവാൻ പാടില്ല എന്നത് ആർട്ടിക്കിൾ 39 വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 39A. ആർട്ടിക്കിൾ 39A സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, തുല്യനീതി പ്രമോട്ട് ചെയ്യുന്നതിനും സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിനും ആർട്ടിക്കിൾ 39A സ്റ്റേറ്റിന് ഡയറക്ഷൻ നൽകുന്നു. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട്, അഥവാ LSA 1976ലെ 42nd അമെൻഡ്മെന്റ് ആക്ടിലൂടെയാണ് നിലവിൽ വരുന്നത്. LSA സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ജസ്റ്റിസ് ഈസ് പാരാമൗണ്ട് എന്ന ആശയമാണ് DPSPയിലൂടെ ആർട്ടിക്കിൾ 39 വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 40 ഡീൽസ് വിത്ത് വില്ലേജ് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുകയും
അവയെ സ്വയംഭരണാധികാരമുള്ള യൂണിറ്റുകളായി പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നതിന് ആവശ്യമായ അധികാരവും അതോറിറ്റിയും നൽകണമെന്ന് ആർട്ടിക്കിൾ 40 വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 41. ആർട്ടിക്കിൾ 41 സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 41 ഡീൽസ് വിത്ത് പബ്ലിക് അസിസ്റ്റൻസ്. തൊഴിലില്ലായ്മ, വാർദ്ധക്യം, അസുഖം, വൈകല്യം തുടങ്ങിയ കേസുകളിൽ സ്റ്റേറ്റിന്റെ എക്കണോമിക് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് പബ്ലിക്കിന് ഗവൺമെന്റിന്റെ സഹായം നൽകണമെന്നും ജോലി ചെയ്യാനും വിദ്യാഭ്യാസത്തിനും ഉള്ള അവകാശം ഉറപ്പുവരുത്തണം എന്നും ആർട്ടിക്കിൾ 41 നിർദ്ദേശിക്കുന്നു. അടൽ പെൻഷൻ, ESI സ്കീം തുടങ്ങിയവ പബ്ലിക് അസിസ്റ്റൻസിനും മൻരേഗ റൈറ്റ് ടു വർക്കിനും എക്സാമ്പിളാണ്. മൻരേഗ മീൻസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടീസ് ആക്ട്. വോൾഗ ടെല്ലസ് vs ബോംബെ കോർട്ട് കേസ് ആർട്ടിക്കിൾ 41 എക്സാമ്പിളാണ്. അതായത് സ്റ്റേറ്റിന്റെ എക്കണോമിക് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടുള്ള പബ്ലിക് അസിസ്റ്റൻസ് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 42 പ്രൊവിഷൻസ് ഫോർ ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്. ആർട്ടിക്കിൾ 42 സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ന്യായവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾക്കായി വ്യവസ്ഥകൾ ഏർപ്പെടുത്തുക, മെറ്റേണിറ്റി റിലീഫ് നൽകുക എന്നിവ ആർട്ടിക്കിൾ 42 ഉൾപ്പെടുന്നു. ലേബർ കമ്മീഷൻ, ലേബർ കോഡ്, ഫാക്ടറീസ് ആക്ട് എന്നിവ ആർട്ടിക്കിൾ 42 എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 43. ആർട്ടിക്കിൾ 43ൽ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളും ഗാന്ധിയൻ പ്രിൻസിപ്പിളും ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 43ലെ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഫോർ ഓൾ വർക്കേഴ്സ് എന്നത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളും പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിളുമാണ്. ആർട്ടിക്കിൾ 43 ടു സെക്യൂർ എ ലിവിംഗ് വേജ് ഫോർ ഓൾ വർക്കേഴ്സ്. എല്ലാ തൊഴിലാളികൾക്കും ലിവിംഗ് വേജ്, മാന്യമായ ജീവിത നിലവാരം, സാമൂഹികവും സാംസ്കാരികവുമായ അവസരങ്ങൾ എന്നിവ ഉറപ്പുവരുത്താൻ ആർട്ടിക്കിൾ 43 സ്റ്റേറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്നു. ഇവിടെ ലിവിംഗ് വേജ് എന്നത് മിനിമം വേജിൽ നിന്നും വ്യത്യസ്തമാണ്. ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, താമസം എന്നിവയ്ക്കുള്ള ബേസിക് പേയ്മെന്റിനെ മിനിമം വേജ് എന്നും മിനിമം വേജിന് ഒപ്പം എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഷുറൻസ് തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നതിനെ ലിവിംഗ് വേജ് എന്നും പറയുന്നു. ആർട്ടിക്കിൾ 43 ഡീൽസ് വിത്ത് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഗ്രാമപ്രദേശങ്ങളിലെ കുടിൽ വ്യവസായങ്ങളെ വ്യക്തിഗതാടിസ്ഥാനത്തിലോ സഹകരണ വ്യവസ്ഥയിലോ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആർട്ടിക്കിൾ 43 സ്റ്റേറ്റിന് ഡയറക്ഷൻ നൽകുന്നു. റൂറൽ ഏരിയാസിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് അഥവാ കുടിൽ വ്യവസായങ്ങൾ പ്രമോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ആർട്ടിക്കിൾ 43 വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 43A. ആർട്ടിക്കിൾ 43A സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഒരു ഓർഗനൈസേഷന്റെ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആർട്ടിക്കിൾ 43A വ്യക്തമാക്കുന്നു. ഇവിടെ നോൺ മാനേജറിയൽ എംപ്ലോയീസിനെയാണ് തൊഴിലാളികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രേഡ് യൂണിയൻസിന് ലീഗൽ സാങ്ഷൻ നൽകുന്നതിനെ ഈ ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നു. 1976ലെ 42nd അമെൻമെന്റിലൂടെയാണ് ആർട്ടിക്കിൾ 43A നിലവിൽ വന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 43B. ആർട്ടിക്കിൾ 43B ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ഇറ്റ് ഡീൽസ് വിത്ത് ലീഗലൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആർട്ടിക്കിൾ 43B സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ ഉള്ള രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ഡെമോക്രാറ്റിക് കൺട്രോൾ, പ്രൊഫഷണൽ മാനേജ്മെന്റ് തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്റ്റേറ്റിന് നിർദ്ദേശം നൽകുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 ലിബറൽ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 44 ഡീൽസ് വിത്ത് യൂണിഫോം സിവിൽ കോഡ്. രാജ്യത്തുടനീളം എല്ലാ പൗരന്മാർക്കും ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാവണമെന്ന് ആർട്ടിക്കിൾ 44 നിർദ്ദേശിക്കുന്നു. ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, മുസ്ലിം മാരേജ് ആക്ട്, മുസ്ലിം ഡിവോഴ്സ് ആക്ട്, പാസി സ്പെഷ്യൽ ആക്ട്, സിഖ് ലോസ് തുടങ്ങിയ പേഴ്സണൽ ലോസ് എല്ലാം ഡിഫറൻ്റ് ആണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോമണായി ഒരു ലോ പബ്ലിക്കിന് ഇത്തരം കാര്യങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം എന്ന അടിസ്ഥാനത്തിലാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയം ഫൗണ്ടിംഗ് ഫാദേഴ്സ് ആർട്ടിക്കിൾ 44 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചപ്പോൾ അത്തരം ഒരു നിയമം നിർമ്മിക്കാൻ ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥയിൽ ഫൗണ്ടിംഗ് ഫാദേഴ്സിന് കഴിയുമായിരുന്നില്ല. അതിനാലാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയം DPSPയിൽ ആർട്ടിക്കിൾ 44 ഉൾപ്പെടുത്തിയത്.
ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന കമ്മ്യൂണൽ വോളറ്റൈൽ എൻവയോൺമെന്റ്, അതായത് ഇന്ത്യ പാക് ഡിവിഷൻ, അന്നത്തെ സാമൂഹിക അരക്ഷിതാവസ്ഥ, ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയത്തിൽ ഒരു നിയമം നിർമ്മിക്കാൻ കഴിയാതിരുന്നത്. ബട്ട് യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയം DPSPയിൽ ഉൾപ്പെടുത്തിയതിനാൽ സ്റ്റേറ്റിന് ഏതവസരത്തിലും അത് നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്താം. ഷഹബാനോ കേസ് യൂണിഫോം സിവിൽ കോഡിനെ സൂചിപ്പിക്കുന്നു. In Shabano case, Section 125 of CRPC was clashing with the Muslim personal laws. Section 125 CRPCയിലെ മെയിൻ്റനൻസ് പ്രകാരം ഡിവോഴ്സിന് ശേഷം മെയിൽ പേഴ്സൺ ഫീമെയിലിന് മെയിൻ്റനൻസ് എമൗണ്ട് നൽകണമെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ മുസ്ലിം പേഴ്സണൽ ലോസ് പ്രകാരം മെയിൽ പേഴ്സൺ ഫീമെയിലിന് ഡിവോഴ്സിന് ശേഷം മെയിൻ്റനൻസ് എമൗണ്ട് നൽകേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പ്രകാരം സെക്ഷൻ 125 CRPC നോൺ റിലീജിയസ് ലോ ആണെന്നും അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഉൾപ്പെടുന്നതിനാൽ യൂണിവേഴ്സൽ ലോ ആണെന്നും മെയിൻ്റനൻസ് നൽകണം എന്ന നിയമം മുസ്ലിം ലോസിന് എതിരല്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഷബാനോ കേസ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് വിത്ത് റിഗാർഡ്സ് ടു യൂണിഫോം സിവിൽ കോഡ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 45, പ്രൊവിഷൻ ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 45 ലിബറൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നു. 6 വയസ്സ് പൂർത്തിയാകുന്നതുവരെ എല്ലാ കുട്ടികൾക്കും ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് ആർട്ടിക്കിൾ 45 നിർദ്ദേശിക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റ് ആയ ആർട്ടിക്കിൾ 21A രൂപീകരിച്ചത് ആർട്ടിക്കിൾ 45 നിന്നുമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് 10 വർഷത്തെ സമയത്തിനുള്ളിൽ കമ്പൽസറിയായി 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകണമെന്നായിരുന്നു DPSPയിലൂടെ ആർട്ടിക്കിൾ 45 നിർദ്ദേശിച്ചിരുന്നത്. ഇതിനർത്ഥം 10 വർഷത്തിന് ശേഷം അത് നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു. 2002 86th അമെൻമെന്റിലൂടെ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകണമെന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയപ്പോൾ ആർട്ടിക്കിൾ 45 മാറ്റം വരുത്തുകയും 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും പരിചരണവും ആർട്ടിക്കിൾ 45 DPSPയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, ആർട്ടിക്കിൾ 21A എന്നിവ DPSPയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 46. ഇറ്റ് ഡീൽസ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ആർട്ടിക്കിൾ 46 ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് സമൂഹത്തിലെ മറ്റു ദുർബല വിഭാഗങ്ങൾ എന്നിവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ സാമൂഹിക അനീതിയിൽ നിന്നും മറ്റ് ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ആർട്ടിക്കിൾ 46 നിർദ്ദേശം നൽകുന്നു. ഇവിടെ വീക്കർ സെക്ഷൻ എന്നത് അതർ ബാക്ക്വേർഡ് ക്ലാസസിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ സ്പെഷ്യൽ കെയർ ഫോർ വീക്കർ സെക്ഷൻ എന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയ ആർട്ടിക്കിൾ 15 നോ ഡിസ്ക്രിമിനേഷൻ വയലേറ്റ് ചെയ്യുന്നില്ല. പകരം സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ആർട്ടിക്കിൾ 46 സഹായിക്കുന്നു. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആർട്ടിക്കിൾ 46 പ്രകാരമാണ്. അതുപോലെ റീസെന്റ് ആയ 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ 10% EWS റിസർവേഷൻ കൊണ്ടുവന്നതും ആർട്ടിക്കിൾ 46 പ്രകാരമാണ്. EWS എന്നതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളും ഗാന്ധിയൻ പ്രിൻസിപ്പിളും ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 47 പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളും പ്രൊഹിബിഷൻ ഓഫ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് എന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിളുമാണ്. ആർട്ടിക്കിൾ 47 ഡീൽസ് വിത്ത് പബ്ലിക് ഹെൽത്ത്. പോഷകാഹാരവും ആളുകളുടെ ജീവിത നിലവാരവും ഉയർത്തുന്നതിനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ആർട്ടിക്കിൾ 47 സ്റ്റേറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്നു. മിഡ് ഡേ മീൽ പ്രോഗ്രാം, ആയുഷ്മാൻ യോജന, സ്വച്ഛ് ഭാരത്, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നിവ ആർട്ടിക്കിൾ 47 ബേസിസിൽ വന്നതാണ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 47 പ്രൊഹിബിറ്റ്സ് കൺസപ്ഷൻ ഓഫ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ആരോഗ്യത്തിന് ഹാനികരമായ ലഹരിപാനീയങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം നിരോധിക്കാൻ ആർട്ടിക്കിൾ 47 സ്റ്റേറ്റിന് നിർദ്ദേശം നൽകുന്നു. ആർട്ടിക്കിൾ 47 ബേസിസിൽ സ്റ്റേറ്റിന് ലിക്വർ പ്രൊഹിബിഷൻ കൊണ്ടുവരാം. ബീഹാർ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ ഗവൺമെന്റ് ബീഹാറിൽ ലിക്വർ പ്രൊഹിബിഷൻ ചെയ്തിട്ടുണ്ട്. ബീഹാർ ഗവൺമെന്റിന് അതിനുള്ള ലീഗൽ സാങ്ഷൻ ആർട്ടിക്കിൾ 47 നിന്നുമാണ് ലഭിക്കുന്നത്. അതുപോലെ
ഗുജറാത്തിലും കംപ്ലീറ്റ് ആൽക്കഹോൾ പ്രൊഹിബിഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബീഹാർ എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആക്ടിന് മുൻപ് തന്നെ ബോംബെ പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1949 നിലനിന്നിരുന്നു. ബോംബെ പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1949ന്റെ എക്സ്റ്റൻഷൻ ആണ് ഗുജറാത്തിൽ നടപ്പിലാക്കിയത്. ആസ് ഓഫ് 2020 ബീഹാർ, ഗുജറാത്ത്, മിസോറാം, നാഗാലാൻഡ് എന്നീ സ്റ്റേറ്റുകളിൽ ലിക്വർ പ്രൊഹിബിഷൻ നിലവിലുണ്ട്. അതുപോലെ കനാബിസ് ആൻഡ് മരിജ്വാന ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്യാമോ എന്നതിനെപ്പറ്റി ഒരു ഡിസ്പ്യൂട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ മെഡിസിനൽ പർപ്പസായി ഇവ ഉപയോഗിക്കാം എന്ന് ആർട്ടിക്കിൾ 47 വ്യക്തമാക്കുന്നുണ്ട്. ബട്ട് ലീഗലൈസേഷൻ ഓഫ് ദിസ് പ്ലാന്റ്സ് ആർ ഡേഞ്ചറസ് ടു ഹ്യൂമൻ കൈൻഡ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 48ൽ ഗാന്ധിയൻ പ്രിൻസിപ്പിളും ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളും ഉൾക്കൊള്ളുന്നു. ആർട്ടിക്കിൾ 48ലെ പ്രൊഹിബിഷൻ ഓഫ് കൗ സ്ലോട്ടർ എന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിളും ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻ മോഡേൺ ലൈൻസ് എന്നത് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളുമാണ്. ആർട്ടിക്കിൾ 48 പ്രൊഹിബിറ്റ് സ്ലോട്ടർ ഓഫ് കൗസ്. ആർട്ടിക്കിൾ 48 പശുക്കൾ, പശുക്കിടാക്കൾ, മറ്റു വിവിധ തരം കന്നുകാലികൾ, ഭാരം ചുമക്കുന്ന വിഭാഗത്തിൽപ്പെട്ട കന്നുകാലികൾ എന്നിവയെ കൊല്ലുന്നതിനെ നിരോധിക്കണമെന്നും അവയുടെ ഇനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും നിർദ്ദേശിക്കുന്നു. ഭാരം ചുമക്കുന്ന ആനിമൽസിനെയാണ് ഡ്രോഫ്റ്റ് ആനിമൽ എന്ന് പറയുന്നത്. ഹിയർ കൗ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ 2 ways. എക്കണോമിക് പർപ്പസ് ആയോ റിലീജിയസ് സിംബലായോ ഇന്ത്യയിലെ ജനങ്ങൾ കൗ എന്ന ആനിമലിനെ പരിഗണിക്കുന്നു. റിലീജിയസ് സിംബലായി കണക്കാക്കിയാൽ ഇക്കാര്യം ആർട്ടിക്കിൾ 25 to 28ൽ ഉൾപ്പെടുത്തേണ്ടി വരും. എന്നാൽ എക്കണോമിക് ബേസിസിൽ ആയതിനാലാണ് ആർട്ടിക്കിൾ 48ൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ച സമയത്ത് അസംബ്ലിയിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും എക്കണോമിക് ബേസിസിൽ ഉൾപ്പെടുത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തു. കൗ മിൽക്ക് ഡയറി ഫാമിങ്ങിനും കൗ യൂറിൻ മെഡിസിനൽ പർപ്പസിനും കൗ ഡങ് ഫെർട്ടിലൈസറായും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നു. അതിനാൽ എക്കണോമിക്കലി യൂസ്ഫുൾ ആയ ആനിമൽസിനെ സംരക്ഷിച്ചുകൊണ്ട് സ്റ്റേറ്റ് എക്കണോമി ഇംപ്രൂവ് ചെയ്യുക എന്ന അടിസ്ഥാനത്തിലാണ് കൗ സ്ലോട്ടർ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 48 ഡീൽസ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. കൃഷിയും മൃഗസംരക്ഷണവും ആധുനിക രീതിയിൽ ശാസ്ത്രീയമായി ചെയ്യണമെന്ന് ആർട്ടിക്കിൾ 48 നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ, സിൽവർ റവല്യൂഷൻ എന്നിവ ആർട്ടിക്കിൾ 48ന്റെ ബേസിസിലാണ് നിലവിൽ വന്നത്. ഗ്രീൻ റവല്യൂഷൻ അഗ്രികൾച്ചറിനെയും, വൈറ്റ് റവല്യൂഷൻ ഡയറി ഫാമിങ്ങിനെയും, സിൽവർ റവല്യൂഷൻ എഗ് പ്രൊഡക്ഷനെയും സൂചിപ്പിക്കുന്നു. വൈറ്റ് റവല്യൂഷൻ ആർട്ടിക്കിൾ 48ലെ 2 ഭാഗങ്ങളുടെയും പ്രാധാന്യം സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 48A ഡീൽസ് വിത്ത് എൻവയോൺമെന്റൽ സേഫ്റ്റി. ആർട്ടിക്കിൾ 48A ലിബറൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വനം, വന്യജീവികൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനും ആർട്ടിക്കിൾ 48A നിർദ്ദേശം നൽകുന്നു. 1976ലെ 42nd അമെൻമെന്റിലൂടെയാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇത് നിലവിൽ കൊണ്ടുവന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് EPA, ഫോറസ്റ്റ് ആക്ട്, വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ആക്ട്, എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട്, ഫോർമേഷൻ ഓഫ് NGT അതായത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്നിവ ആർട്ടിക്കിൾ 48Aയുടെ ബേസിസിൽ നിലവിൽ വന്നതാണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി സർക്കാർ 42nd അമെൻമെന്റിലൂടെ ആർട്ടിക്കിൾ 48A DPSPയിലും ആർട്ടിക്കിൾ 51A G പാർട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലും ഉൾപ്പെടുത്തി. ഇവ രണ്ടും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ സൂചിപ്പിക്കുന്നു. DPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അതിനാൽ DPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും നടപ്പിലാക്കുവാൻ സിറ്റിസണിന് സ്റ്റേറ്റിന് എതിരെയോ സ്റ്റേറ്റിന് സിറ്റിസണിന് എതിരെയോ എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. പകരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ വെൽഫെയർ സ്റ്റേറ്റ് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ആണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇവ രണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 49 ഡീൽസ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് മൊന്യൂമെന്റ്സ്. ആർട്ടിക്കിൾ 49 ലിബറൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നു. ദേശീയ പ്രാധാന്യമുള്ളതായി പ്രഖ്യാപിക്കപ്പെടുന്ന സ്മാരകങ്ങൾ, ചരിത്രപരമായോ കലാപരമായോ താൽപര്യമുള്ള സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവ സംരക്ഷിക്കുന്നതിനായി ആർട്ടിക്കിൾ 49 നിർദ്ദേശം നൽകുന്നു. ആൻഷ്യന്റ് മൊന്യൂമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് ആർട്ടിക്കിൾ 49ന്റെ ബേസിസിൽ നിലവിൽ വന്നതാണ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 50 ഡീൽസ് വിത്ത് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദി എക്സിക്യൂട്ടീവ്. ആർട്ടിക്കിൾ 50 ലിബറൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നു. സ്റ്റേറ്റിന്റെ പൊതുജന സേവനങ്ങളുടെ കാര്യങ്ങളിൽ
എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ വേർതിരിക്കണമെന്ന് ആർട്ടിക്കിൾ 50 സ്റ്റേറ്റിന് നിർദ്ദേശം നൽകുന്നു. ആർട്ടിക്കിൾ 50 റൂൾ ഓഫ് ലോയെ സൂചിപ്പിക്കുന്നു. 1973 മുൻപ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അഥവാ IAS ഓഫീസേഴ്സിന് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ പവർ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നിലനിന്നിരുന്നു. പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ നൽകുക, അത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക, വിധി കൽപ്പിക്കുക എന്നിങ്ങനെ ജുഡീഷ്യൽ പവറും എക്സിക്യൂട്ടീവ് പവറും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അഥവാ IAS ഓഫീസേഴ്സിന് 1973 മുൻപ് ഉണ്ടായിരുന്നു. 1973 കേശവാനന്ദ ഭാരതി കേസിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ നിലവിൽ വന്നതോടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഉണ്ടായിരുന്ന ജുഡീഷ്യൽ പവർ ലിമിറ്റഡ് ആക്കിക്കൊണ്ട് 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വന്നു. ലിമിറ്റഡായ ചില കാര്യങ്ങളിൽ മാത്രമേ IAS ഓഫീസേഴ്സിന് മജിസ്റ്റീരിയൽ പവർ ഇപ്പോൾ നൽകുന്നുള്ളൂ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ ലാൻഡ് അക്വിസിഷൻ, ലാൻഡ് കോമ്പൻസേഷൻ എന്നിങ്ങനെയുള്ള വളരെ ലിമിറ്റഡായ കാര്യങ്ങളിലും എക്സ്ട്രീം വൾണറബിൾ കണ്ടീഷൻസിലും മാത്രമേ IAS ഓഫീസേഴ്സിന് ജുഡീഷ്യൽ പവർ നൽകുന്നുള്ളൂ. ബട്ട് അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ ലിമിറ്റഡ് ആണ്. സോ ഒരു വ്യക്തിയിൽ തന്നെ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ പവർ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിനെ ബാധിക്കുന്നതിനാൽ ആർട്ടിക്കിൾ 50 ഇത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നു. 2015 NJSC അഥവാ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നിരുന്നു. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന ആശയം ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രിൻ ആണെന്നും അതിനാൽ NJSC അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. സോ ആർട്ടിക്കിൾ 50 പ്രാധാന്യം 2015 NJSC ജഡ്ജ്മെന്റും വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 51. Article 51 deals with international peace and security. ആർട്ടിക്കിൾ 51 ലിബറൽ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ന്യായവും മാന്യവുമായ ബന്ധം നിലനിർത്തുന്നതിനും അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടികളോടുമുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആർട്ടിക്കിൾ 51 നിർദ്ദേശിക്കുന്നു. ഇന്റർനാഷണൽ ട്രീറ്റീസ് സൈൻ ചെയ്തതിനു ശേഷം അത് ഒബേ ചെയ്തില്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അത്തരം രാജ്യങ്ങൾ ഇറസ്പോൺസിബിൾ നേഷൻസ് ആയി കണക്കാക്കപ്പെടും. അതിനാൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ ആർട്ടിക്കിൾ 51 പ്രാധാന്യം അർഹിക്കുന്നു. അതുപോലെ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ അഥവാ ADR രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ സഹായിക്കുന്നു.